വിപിൻ ദാസും പൃഥ്വിരാജും ബേസിൽ ജോസഫും ഒക്കെ ഒന്നിച്ച വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. രാവിലെ കാണാൻ പറ്റിയില്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കണ്ടത്. തിരുവനന്തപുരത്ത് കൈരളി ശ്രീ നിളയിലെ കൈരളി തിയേറ്ററിലാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. കാര്യം ഞാൻ ഒട്ടും ഭയങ്കര വലിയ സംഭവമാണെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചു പോയി കണ്ട ഒരു സിനിമയല്ല. പിന്നെ അതുമല്ല, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ വന്ന സമയത്തും ടീസർ വന്ന സമയത്തും ഒക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഭയങ്കര ഓവർ ആക്ടിങ് ആണ് അങ്ങനെയാണ്. അപ്പം ട്രെയിലർ കണ്ട സമയത്ത് എനിക്കും തോന്നി പുള്ളി കുറച്ച് ഓവർ അല്ലേ, അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു ട്രെയിലർ കണ്ട സമയത്ത്. പക്ഷെ സിനിമ കണ്ട് തീർന്നതായി ഇരിക്കുന്ന മൊമെന്റിൽ പറയാം, പുള്ളി ഒട്ടും ഓവർ അല്ലായിരുന്നു. കിടിലമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫും പൃഥ്വിരാജും വരുന്ന ഓരോ സീനും തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലല്ലോ കോമഡി ചെയ്തുകൊണ്ടിരുന്നത്, ഭയങ്കര മാറ്റമാണല്ലോ പുള്ളി, ഭയങ്കരമായിട്ട് ഈ സാധനത്തെ ഇപ്പം വ്യത്യാസപ്പെടുത്തി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കിടിലമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിലും പൃഥ്വിരാജും വരുന്ന കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയൊക്കെ കിടിലമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പം അതിനോട് കട്ടയ്ക്ക് പൃഥ്വിരാജ് നിന്നിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഓവർ ആയിരുന്നു പുള്ളിയുടെ അഭിനയം, ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ശരിക്കും ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും കുറച്ച് പൊക്കി വെച്ചിട്ടാണ്, അതായത് അവരുടെ പെർഫോമൻസ് ലെവൽ കുറച്ച് ഹൈ ആയിട്ടാണ് ആ സിനിമയിൽ മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് ഒട്ടും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സേ വരുന്നില്ല, ഇത് പൃഥ്വിരാജ് കുറച്ച് ഓവർ ആയാലും മറ്റുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. സിനിമ മൊത്തത്തിൽ ആർട്ടിസ്റ്റുകളെല്ലാം കുറച്ച് ഹൈ ആയിട്ടാണ് അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചേക്കുന്നത്. പിന്നെ ഒരു കളർഫുൾ സിനിമയാണ് കേട്ടോ. സിനിമ തുടങ്ങി തീരുന്നതും വരെ എന്താ പറയുക, നമ്മൾ ഫുൾ ഒരു ആനന്ദ മൂഡിലിങ്ങനെ ആയിരിക്കും. അടിപൊളി പെർഫോമൻസുകളാണ് എല്ലാവരും അതിനകത്ത്. ജഗദീഷ് ചേട്ടനായാലും ബൈജു ചേട്ടനായാലും പിന്നെ സിജു സണ്ണി ആയാലും പിന്നെ ഈ ഓൺലൈൻ മീഡിയസിലുള്ള ഒരുപാട് പിള്ളേരും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും, എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിയില്ല കേട്ടോ, എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിഖില വിമല ആയാലും അനശ്വരരാജനായാലും അവരവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങി, ഇനി എടുത്തു പറയേണ്ട ഒരു സാധനം അതാണ് കേട്ടോ, കോമഡി വർക്കാവുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് സിനിമയുടെ ഒരു മെയിൻ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യുന്നുണ്ട്. ആ റിവീൽ ചെയ്യുന്ന സമയത്ത് ഒരു സോങ് ഇട്ട് തരുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, കിടിലൻ സാധനമാണ്. നമ്മൾ അറിയാതെ അങ്ങ് കൈയടിച്ചു പോകും, അതുപോലത്തെ ഒരു ഐറ്റം ആയിരുന്നു ആ സമയത്ത് അവർ പ്ലേസ് ചെയ്ത സോങ്. അതിനുശേഷം സിനിമയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ പ്രമുഖ നടന്മാരുടെ ഡയലോഗുകളായാലും അവരുടെ സിനിമയിലെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനെ കൊണ്ടൊക്കെയാണ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. തിയേറ്ററിൽ നല്ല കയ്യടി ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ തിയേറ്ററിനുള്ളിലുള്ള ഈ ഒരു ആംബിയൻസും പരിപാടിയും കാണുമ്പോൾ നമുക്കറിയാലോ ആ സാധനം വർക്കാവുന്നുണ്ട്. എനിക്കിത് വർക്കാവുന്നുണ്ട്. അപ്പം എനിക്ക് വർക്കായെന്ന് വെച്ചാൽ എല്ലാവർക്കും വർക്കാവണമെന്നില്ല. അപ്പം നമ്മൾ പക്ഷേ ഈ ചുറ്റിനിരിക്കുന്ന ആൾക്കാർ, ഞാൻ ചിരിക്കുന്ന അതേ സ്ഥലത്ത് ഞാൻ കൈയടിക്കുന്നിടത്തൊക്കെ ഇവരും അതുപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ സാധനം എല്ലാവർക്കും വർക്കാവുന്നുണ്ട്. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഒരു കോമഡി പെർഫോമൻസുകളാണ്. എല്ലാ പെർഫോമൻസും കോമഡി സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ. പിന്നെ ചില കോമഡി ഒന്നും അധികം വർക്കായിട്ടില്ല, ചിലത് ഞാൻ വളരെ കുറച്ച് കണ്ടോ. ഞാൻ പറയുന്നത് കൂടി വന്ന ഒരു 100 കോമഡിക്കകത്ത് ഒരു 2-3 കോമഡി വർക്കായില്ല എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ BGM ആയാലും എല്ലാം കൊണ്ടും സിനിമ കിടിലമായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും BGM എടുത്തു പറയണം. സിനിമ തുടങ്ങി അവർ പല സോങ്സുകളും പ്ലേസ് ചെയ്തിരിക്കുന്നതായാലും ഈ സിനിമ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ BGM കാര്യങ്ങളും എല്ലാം. ഒരു കളർഫുൾ എന്റർടൈൻമെന്റ് സിനിമ, ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന സിനിമയാണ്. കാര്യം നമുക്കൊരു അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒരു തിയേറ്ററിൽ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ചിരിച്ച് ഹാപ്പിയായി സന്തോഷമായിട്ട് കൈയടിച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു നല്ല സിനിമയാണത്. അല്ലാതെ നമ്മളവിടെ പോയിരുന്നിട്ട് ഈ സീൻ എന്താ ഇങ്ങനെ, ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതെന്താണ് ഇങ്ങനെ ഒരു ലോജിക്ക് വരുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. ലോജിക്ക് നോക്കിയിട്ട് ഈ സിനിമ കാണാൻ പോയാൽ ചിലപ്പോൾ ഇതിനകത്ത് ലോജിക്ക് മിസ്റ്റേക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ എനിക്കറിയില്ല കേട്ടോ, ഇവിടുത്തെ താത്വികമായിട്ട് അവലോകനം നടത്തുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് എന്തൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം കുറ്റം പറയാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിതിനകത്ത് തോന്നിയ ഒരു സാധനം യോഗി ബാബുവിന്റെ ക്യാരക്ടറായിരുന്നു. അത് ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു, വേറൊരു ആളെ വെച്ച് ചെയ്യിച്ചാലും മതി. അതായത് യോഗി ബാബുവിനെ പോലെ ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാര്യം പുള്ളിയുടെ കോമഡി ഒന്നും അങ്ങനെ വർക്കായില്ല. ഒരു പുള്ളിയെ കൊണ്ട് കോമഡി ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നില്ല. അപ്പം പുള്ളി പിന്നെ ഒരു കുറെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ പുള്ളിയും കൂടെ വന്നപ്പോൾ അവർ രസം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടറാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അല്ലാതെ ഈ പറയുന്ന ഇപ്പം അജു വർഗീസ് ഉണ്ട്, അജു വർഗീസ് ഒരു സോങ് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ സോങ് കൃഷ്ണ കൃഷ്ണ എന്നുള്ള സോങ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ വിഷ്വൽസും എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ സിനിമയുടെ സ്റ്റാർട്ട് ടു എൻഡ് കുറെ റെഫറൻസുകൾ വരുന്നുണ്ട്, സിനിമകളുടെയും സിനിമ ക്യാരക്ടേഴ്സിന്റെയും സോങ്സിന്റെയും ഡയലോഗ്സിന്റെയും അങ്ങനെ കുറെ സാധനം വരുന്നുണ്ട്. സിനിമ എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് മൊമെന്റിൽ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ എങ്കിലും അത് വരുന്നത് എത്ര നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാലും അത് വരുമ്പോൾ നമുക്കൊരു ഒരു 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 സാധനം ഉണ്ടല്ലോ, ഉള്ളിൽ നിന്ന് ഒരു ഹാപ്പിനെസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് സിനിമ അണിയിച്ച് ചുരുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. എന്നെ ഒട്ടും നിരാശപ്പെടുത്തിയ ഒരു സിനിമയല്ല. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സിനിമ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ OTTക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിരുന്നിട്ട് പറയുന്ന പോലെ OTTയിൽ കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം അതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നില്ല. ഒരു OTTയിലൊക്കെ വരുമ്പോഴത്തേക്ക് കോമഡികളൊന്നും അത്രത്തോളം വർക്ക് ആവണമെന്നില്ല. നമ്മളൊരു ഒറ്റയ്ക്കൊക്കെ ഇരുന്നാണ് നമ്മളൊരു വലിയ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ സാധനം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോവുക. തിയേറ്ററിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം മിസ്സാക്കാതിരിക്കുക. ഗുരുവായൂർ അമ്പലനടയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല സിനിമയാണ്. ഒരു കിടിലൻ കോമഡി എന്റർടൈൻമെന്റ് ആണ്, ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പൃഥ്വിരാജ് ഗംഭീരമായി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമുക്ക് ആടിപ്പാടി ഉല്ലസിച്ച് ഹാപ്പി ആയിട്ട് ഈ വെക്കേഷനിൽ ഒരു സിനിമ കണ്ടിട്ട് പുറത്ത് വരാം. അത്രയും മനോഹരമായ സിനിമ. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാം. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നല്ലൊരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് വന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.